സ്വന്തം വീട്ടിലെ അടുക്കളയിൽ കയറി വെള്ളം കുടിക്കാൻ ആരെങ്കിലും വില്ലേജ് ഓഫീസറുടെ അനുമതി ചോദിക്കൂ? ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ യു പിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ചോദിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യം, ആരുടെടുത്തും ചോദിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം കോടതിയിലെടുത്ത് എന്ന് ചോദിച്ചു. ഒടുവിൽ കോടതിയുടെ കയ്യിൽ നിന്നും നല്ല മറുപടിയും കിട്ടി. സ്വകാര്യ സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഇനി കോടതി പറഞ്ഞിട്ട് വേണോ മനസ്സിലാക്കാൻ എന്നുള്ളത് വേറെ കാര്യം. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്തോ വീടിനകത്തോ പ്രാർത്ഥന നടത്താൻ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് കോടതിയുടെ വിധി. അനുമതി ചോദിച്ചിട്ട് ഉദ്യോഗസ്ഥർ നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് എത്തിയ ഹർജിക്കാരോടാണ് കോടതി ഈ ഒരു സുപ്രധാന കാര്യം പറഞ്ഞത്. സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. തങ്ങളുടെ സ്വകാര്യ സ്ഥലത്ത് പ്രാർത്ഥനാ യോഗം നടത്താൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ചിലർ ഉദ്യോഗസ്ഥരെ സമീപിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിൽ നടപടി എടുത്തില്ല എന്നാരോപിച്ചിട്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിക്കുകയാണ് ഇതിനൊക്കെ എന്തിനാണ് ഉദ്യോഗസ്ഥരുടെ അനുമതി എന്ന് കോടതി തിരിച്ചു ചോദിച്ചത്. അതൊരു പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചോദ്യമായി പോയി. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം സ്വന്തം വിശ്വാസം ആചരിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഈ ഭരണഘടനാ അവകാശങ്ങളെ എന്നും മാനിച്ചിട്ടേ ഉള്ളൂ. സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ അനുമതി വേണമെന്ന് പറഞ്ഞ് ചെല്ലുന്നവരെ ഉദ്യോഗസ്ഥർ ഗൗനിച്ചില്ലെങ്കിൽ അത് അവരുടെ തെറ്റാണ്. അതെങ്ങനെ അവരുടെ തെറ്റാണ്? അതെങ്ങനെ സർക്കാരിന്റെ തെറ്റാണ്? സത്യത്തിൽ ഈ വിധി യു പി സർക്കാരിനെതിരെയല്ല, മറിച്ച് വെറുതെ വിവാദമുണ്ടാക്കാൻ നടക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുമതി തരുന്നില്ലേ എന്ന് നിലവിളിച്ച് യു പി സർക്കാരിനെ, യോഗി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി കോടതിയിൽ പോയവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളോട് ആരാണ് അനുമതി ചോദിക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് നിർഭയമായി അതങ്ങ് ചെയ്തുകൂടായിരുന്നു എന്ന കോടതിയുടെ ചോദ്യം യു പിയിൽ ക്രമസമാധാനവും മതസ്വാതന്ത്ര്യവും സുരക്ഷിതമാണെന്നതിന്റെ തെളിവാണ്. ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി അതിലൂടെ യു പി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കി വിടാൻ നോക്കിയവർ ഇതൊക്കെ ചോദിച്ച് വെറുതെ കോടതിയുടെ വിലപ്പെട്ട സമയം കൂടി കളയുകയാണ് എന്നൊരു മറുപടി കൂടി കോടതി കൊടുത്തിരുന്നെങ്കിൽ തികഞ്ഞേനെ, നന്നായി ബോധിച്ചേനെ. ഇവർക്ക് നിയമം അറിയാഞ്ഞിട്ടാണോ അതോ അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഇത്തരം ചീപ്പ് രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി കോടതിയുടെ സമയം കളയാൻ ഇനിയും ഇത്തരം ഹർജികളുമായി പോകാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. ഒടുവിൽ കോടതിയുടെ വക നല്ല ആട്ട് കിട്ടുമ്പോൾ കോടതിയും സംഘികളുടേതാണ് എന്നും പറഞ്ഞ് അങ്ങനെയുള്ള നിലവിളി കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.